ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നതിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം, ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നുകൊണ്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, അതിനെയാണല്ലോ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് വിളിക്കുന്നത്. അത്തരം ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനായി നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും, രണ്ട് വശത്തും ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുന്നു. അതിൻ്റെ ഒരു 4 സ്റ്റെപ്പുകളാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്ലൈയിങ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും ഒരു ഇക്വേഷൻ ആണല്ലോ, അപ്പോൾ അതിന് ലെഫ്റ്റ് സൈഡും ഉണ്ടാകും റൈറ്റ് സൈഡും ഉണ്ടാകും. രണ്ട് സൈഡിലും ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാം. അതിനുശേഷം തന്നിരിക്കുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിനകത്ത് അപ്ലൈ ചെയ്യുന്നു. ശേഷം y ബാർ ഓഫ് എസ്, y ബാർ എന്ന് പറയുമ്പോൾ അവിടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ഉദ്ദേശിക്കുന്നത്, വൈയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം. അതിനെ നമ്മൾ y ബാർ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ദാറ്റ് y ബാർ ഈക്വൽ ടു എ ഫങ്ഷൻ ഓഫ് എസ് എന്ന രൂപത്തിലേക്ക് ഒരു ഇക്വേഷനാക്കി മാറ്റുന്നു. ശേഷം ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആയിരിക്കും, വിച്ച് ഈസ് ദി റിക്വയർഡ് സൊല്യൂഷൻ. അപ്പോൾ അത്രയും സ്റ്റെപ്പുകളാണ് അതിനകത്തുള്ളത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. വി ഹാവ് ടു സോൾവ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ d ക്യൂബ് y ഡിവൈഡഡ് ബൈ dx ക്യൂബ് പ്ലസ് 2 ടൈംസ് d സ്ക്വയർ y ബൈ dx സ്ക്വയർ minus dy by dx minus 2y equal to 0. Given that തന്നിരിക്കുന്ന കണ്ടീഷൻസ് y equal to 1, dy by dx is equal to 2, and then d square y by dx square which is equal to 2 when t equal to 0. x is equal to 0. x 0 ആവുന്ന കേസിൽ y 1 ആണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് y 2 ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് y 2 ആണ്. ഇത്രയും കണ്ടീഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പം ഈ പ്രോബ്ലം, ദിസ് ഈസ് ആൻ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. ഇത് ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ടേക്കിംഗ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ ആദ്യം ലെഫ്റ്റ് സൈഡിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം നോക്കാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡി ക്യൂബ് വൈ ഡിവൈഡഡ് ബൈ ഡി എക്സ് ക്യൂബ്, അതിനെ വൈ ട്രിപ്പിൾ ഡാഷ് എന്ന് എഴുതുന്നു, തേർഡ് ഡെറിവേറ്റീവ് ഓഫ് വൈ, പ്ലസ് 2 times Laplace transform of d square y by dx square is y double dash minus Laplace transform of y dash dy by dx is y dash minus 2 into Laplace transform of y, that's equal to Laplace transform of 0. രണ്ട് സൈഡിലും ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക എന്ന് പറയുമ്പോൾ ഓരോ ടേമിൻ്റെയും ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുന്നു. അതിൽ കോൺസ്റ്റൻസ് ഉണ്ടെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഔട്ട് സൈഡ് എഴുതാം. അത് ലീനിയാരിറ്റി പ്രോപ്പർട്ടിയിൽ വരുന്നതാണ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഓരോന്നിൻ്റെയും ലാപ്ലേസ് ട്രാൻസ്ഫോമുകൾ എഴുതുന്നു. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദി തേർഡ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എസ് ക്യൂബ് ഇൻറ്റു വൈ ബാർ. വൈ ബാർ മീൻസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് വൈ minus s square into y of 0 minus
എസ് ഇൻറ്റു വൈ ഡാഷ് ഓഫ് 0 മൈനസ് വൈ ഡബിൾ ഡാഷ് അറ്റ് 0. അപ്പം ഇത്രയും എഴുതിയത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദി തേർഡ് ഡെറിവേറ്റീവ് വൈ ട്രിപ്പിൾ ഡാഷ്. വൈ ട്രിപ്പിൾ ഡാഷിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമാണ് ഇത്രയും. അത് നമ്മൾ നേരത്തെ ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ് നേരത്തെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ പ്രോപ്പർട്ടികൾ ഡിസ്കസ് ചെയ്തതിൽ പറഞ്ഞതാണ്. ഡെറിവേറ്റീവിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമുകൾ എങ്ങനെ എടുക്കാമെന്നുള്ളത്. ഇത്രയേ ഉള്ളൂ. വൈ ട്രിപ്പിൾ ഡാഷ് എന്ന് പറയുമ്പോൾ വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അപ്പം ആ വൈ ഓഫ് എക്സിൻ്റെ എക്സിലുള്ള ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം അതിനെയാണ് വൈ ബാർ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഇൻറ്റു എസ് ക്യൂബ്. എസ് ക്യൂബായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ കുറേ മൈനസ് ടേമുകളാണ്. ആദ്യം എസ് സ്ക്വയർ ആയിരിക്കും. ദാറ്റ് ഇൻറ്റു വൈ ഓഫ് 0. നമ്മൾ നേരത്തെ അത് എഫ് ഓഫ് 0 എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. നെക്സ്റ്റ് മൈനസ് എസ് ഇൻറ്റു എസിൻ്റെ പവർ 1 ആയിരിക്കും. എഫ് ഡാഷ് ഓഫ് 0 എന്ന് എഴുതിയിട്ടുണ്ട് നേരത്തെ. ഇവിടെ അത് നമ്മൾ വൈയിലായതുകൊണ്ട് വൈ ഡാഷ് ഓഫ് 0 എന്ന് എഴുതുന്നു. ദെൻ ദി സെക്കൻഡ് ഡെറിവേറ്റീവ് അറ്റ് 0. ദാറ്റ് ഈസ് എഫ് ഡബിൾ ഡാഷ് അറ്റ് 0. ഹിയർ വി യൂസ്ഡ് വൈ ഇൻസ്റ്റെഡ് ഓഫ് എഫ്. ഓക്കെ, അപ്പോൾ ഇത്രയും വൈ ട്രിപ്പിൾ ഡാഷിൻ്റെതാണ്. പ്ലസ് 2 ടൈംസ് Laplace transform of y double dash, that is s square into y bar minus s into y of 0 minus y dash at 0. This is the Laplace transform of y double dash. Y double dash inde Laplace transform ആണ് ഇത്രയും എഴുതിയത്. Minus Laplace transform of y dash, that is s into y bar minus y of 0. y ഡാഷിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം മൈനസ് 2 ടൈംസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y, ദാറ്റ് ഈസ് y bar. ദാറ്റ്സ് ഈക്വൽ ടു എൽ ഓഫ് 0. 0യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഇറ്റ് സെൽഫ്. അപ്പോൾ ഇങ്ങനെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുന്നതിലൂടെ ഒരു ഇക്വേഷനായിട്ട് കിട്ടുന്നു. ഇനി ചെയ്യേണ്ടത് തന്നിരിക്കുന്ന കണ്ടീഷൻസ് ഇതിൽ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഒരു കണ്ടീഷൻ ഇതാണ്. വെൻ എക്സ് ഈക്വൽ ടു 0 വൈ ഈസ് 1 എന്ന് പറഞ്ഞാൽ വൈ ഓഫ് 0 ഈക്വൽ ടു 1 എന്നതാണ് ഇതിൻ്റെ മീനിങ്. അതുപോലെ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 2 വെൻ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പം ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് വൈ വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ഈസ് 2. അതായത് വൈ ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 2 എന്നതാണ്. അതുപോലെ വൈ ഡബിൾ ഡാഷ് അറ്റ് 0 ഈക്വൽ ടു 2. ഇത്രയാണ് തന്നിരിക്കുന്ന കണ്ടീഷൻസ്. നമ്മളിതിൽ അപ്ലൈ ചെയ്യുന്നു. ദിസ് ഇംപ്ലൈസ് എസ് ക്യൂബ് ഇൻറ്റു വൈ ബാർ മൈനസ് എസ് സ്ക്വയർ ഇൻറ്റു വൈ ഓഫ് 0. വൈ ഓഫ് 0 ഈസ് 1. അപ്പോൾ ഇത് എസ് സ്ക്വയർ എന്ന് തന്നെ വരും. മൈനസ് എസ് ഇൻറ്റു വൈ ഡാഷ് ഓഫ് 0 ഈസ് 2 minus y double dash at 0, that is also 2, plus 2 times s square into y bar minus s into y of 0 is 1 minus y dash of 0, that is 2, minus s into y bar minus y of 0, that is 1, minus 2 times y bar, that is equal to 0. ഇനി നമ്മൾ ചെയ്യേണ്ടത് y bar കണ്ടെയ്ൻ ചെയ്യുന്ന ടേമുകളെല്ലാം ഗ്രൂപ്പ് ചെയ്യുന്നു. y bar കണ്ടെയ്ൻ ചെയ്യുന്ന ടേംസ് മൊത്തം ലെഫ്റ്റ് സൈഡിൽ നിർത്തിയിട്ട് ബാക്കിയെല്ലാം റൈറ്റ് സൈഡിലേക്ക് എഴുതുക. അതിൽ നിന്ന് y bar ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എസ് എന്ന രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എഴുതുന്നു. which implies അതിനുശേഷം നമുക്ക് കിട്ടുന്നത് എസ് ക്യൂബ് പ്ലസ് 2s സ്ക്വയർ മൈനസ് എസ് മൈനസ് 2. ഇത്രയും വൈ ബാർ കണ്ടെയ്ൻ ചെയ്യുന്ന ടേമുകളായിരിക്കും. നോക്കാം. എസ് ക്യൂബ് ഫസ്റ്റത്തേതിൽ ഒരു എസ് ക്യൂബ് ഉണ്ട്. രണ്ടാമത്തേതിൽ 2s സ്ക്വയർ ദെൻ മൈനസ് എസ് ക്യൂബ്
പ്ലസ് 2a സ്ക്വയർ മൈനസ് എസ് മൈനസ് 2. അതുതന്നെയാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ദാറ്റ് ഇസ് ഈക്വൽ ടു ബാക്കി ടേംസ് എല്ലാം റൈറ്റ് സൈഡിലേക്ക് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 പ്ലസ് 2s പ്ലസ് 4 മൈനസ് 1, which implies s cube plus 2s square minus s minus 2 into y bar equal to റൈറ്റ് സൈഡിൽ നമുക്ക് എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 6 മൈനസ് 1 ദാറ്റ് ഈസ് 5. ഈ രൂപത്തിൽ കിട്ടുന്നു. ദിസ് ഇംപ്ലൈസ് y ബാർ ഈക്വൽ ടു, ഇതിൽ നിന്ന് y ബാർ ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എസ് എന്നാക്കിയിട്ട് മാറ്റി എഴുതാം. ദാറ്റ് ഈസ് എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 5 ഡിവൈഡഡ് ബൈ എസ് ക്യൂബ് പ്ലസ് 2a സ്ക്വയർ മൈനസ് എസ് മൈനസ് 2. ഇങ്ങനെ കിട്ടുന്നു. വിച്ച് ഇംപ്ലൈസ് y ബാർ ഈക്വൽ ടു എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 5 ഡിവൈഡഡ് ബൈ, ഇവിടെ നമുക്ക് എസ് ക്യൂബ് പ്ലസ് 2a സ്ക്വയർ, അതിൽ നിന്ന് ഒരു എസ് സ്ക്വയർ ഔട്ട് സൈഡ് എഴുതുകയാണെങ്കിൽ എസ് സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ എസ് പ്ലസ് 2 എന്നെഴുതാം. മൈനസ് ഓഫ് ഈ രണ്ട് ടേമിൽ നിന്നൂടെയും ഒരു മൈനസ് കോമൺ ആയിട്ട് എഴുതുകയാണെങ്കിൽ മൈനസ് ഓഫ് എസ് പ്ലസ് 2 എന്ന് എഴുതും. ദിസ് ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 5 ഡിവൈഡഡ് ബൈ, ഇവിടെ നമുക്ക് എസ് പ്ലസ് 2 ഈസ് കോമൺ. ഡിനോമിനേറ്ററിൽ രണ്ട് ടേമുകളുണ്ട്, രണ്ടിലും എസ് പ്ലസ് 2 കോമൺ ആണ്. ബാക്കി വരുന്നത് എസ് പ്ലസ് 2 ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് 1 എന്നായിരിക്കും. ഇതിൽ എസ് സ്ക്വയറും ഇവിടുന്ന് എസ് പ്ലസ് 2 എടുത്തു കഴിഞ്ഞാൽ പിന്നെ 1 എന്നും വരുന്നു. സൈന് മൈനസ് ആയതുകൊണ്ട് എസ് സ്ക്വയർ മൈനസ് 1 എന്നായിരിക്കും. ദാറ്റ് ഇസ് ഈക്വൽ ടു എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 5 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 ഇൻറ്റു ഈ എസ് സ്ക്വയർ മൈനസ് 1നെ ഫാക്ടറൈസ് ചെയ്യുകയാണെങ്കിൽ എസ് പ്ലസ് 1 ഇൻറ്റു എസ് മൈനസ് 1 എന്ന് എഴുതാം. അപ്പം y ബാർ ഈക്വൽ ടു, അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതാണ്, y ബാർ ഈക്വൽ ടു എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 5 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് മൈനസ് 1. y ബാർ ഇസ് എ ഫംഗ്ഷൻ ഓഫ് എസ്. നമുക്ക് വേണ്ടത് y എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ y ബാർ എന്ന് പറയുമ്പം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ y ആണ്. അതുകൊണ്ട് y ഓഫ് എക്സിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ദാറ്റ് ഇസ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എസ് എന്ന് കിട്ടി. നമുക്ക് വേണ്ടത് y ആണ്. അപ്പോൾ ചെയ്യേണ്ടത് രണ്ട് സൈഡിലും ഇൻവേഴ്സ് എടുക്കുക. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പം നമുക്ക് y ഈക്വൽ ടു എന്ന് പറഞ്ഞ് എക്സിൽ ഒരു എക്സ്പ്രഷൻ കിട്ടുന്നു. അപ്പോൾ അതിനു വേണ്ടി ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ റൈറ്റ് ഹാൻഡ് സൈഡ് ടേമിനെ, ഈ ഫംഗ്ഷനെ ഇതിൽ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്ത് ഇതിനെ ഡീകമ്പോസ് ചെയ്യാം. അതിനുശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ വിച്ച് ഗീവ്സ് y ബാർ ഈക്വൽ ടു 5/3 ഇൻറ്റു 1/s മൈനസ് 1 പ്ലസ് 1/3 into 1/s plus 2 minus 1/s plus 1. ഈ രൂപത്തിൽ അതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നു. പാർഷ്യൽ ഫ്രാക്ഷൻ ജസ്റ്റ് നമുക്ക് നോക്കാം. എസ് സ്ക്വയർ പ്ലസ് 4s plus 5 divided by s plus 2 into s plus 1 s minus 1. ഇതിനെ a by ഫസ്റ്റ് ഫാക്ടർ s plus 2
പ്ലസ് ബി ബൈ സെക്കൻഡ് ഫാക്ടർ എസ് പ്ലസ് 1 പ്ലസ് സി ബൈ തേർഡ് ഫാക്ടർ എസ് മൈനസ് 1. ഇങ്ങനെ എഴുതിയിട്ട് അതിൽ എയും ബിയും നമ്മൾ കണ്ടുപിടിക്കുമ്പം എ ഈക്വൽ ടു, അതായത് എസ് പ്ലസ് 2ൻ്റെ മുകളിൽ വന്ന ടേം, അതാണ് എ എന്ന് എഴുതിയിട്ടുള്ളത്. അത് നമ്മുടെ ഈ കേസിൽ 1/3 എന്നായിരിക്കും കിട്ടുക. അതുപോലെ ബി എന്ന് പറയുമ്പോൾ എസ് പ്ലസ് 1ൻ്റെ മുകളിൽ വന്ന ആ ടേം, ആ കോൺസ്റ്റൻറ്റ്, എസ് പ്ലസ് 1ൻ്റെ മുകളിൽ വന്ന കോൺസ്റ്റൻറ്റ് -1 എന്ന് വരും. സി എന്ന് പറയുന്നത് എസ് മൈനസ് 1ൻ്റെ മുകളിൽ വന്ന കോൺസ്റ്റൻ്റ് ആണ്. അത് നമുക്ക് കിട്ടുന്നത് 5/3 എന്നായിരിക്കും. എന്നിട്ട് ഈ രൂപത്തിൽ എഴുതാം. നൗ ടേക്കിംഗ് ദി ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. we will get y equal to y ബാറിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് y means y of x എന്ന് തന്നെ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/3 ഇൻറ്റു ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/s minus 1 പ്ലസ് 1/3 ഇൻറ്റു ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/s plus 2 മൈനസ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/s plus 1. That's equal to 5/3 into inverse Laplace transform of 1/s minus 1. 1/s minus എന്നാണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഈസ് e raised to at എന്നാണ്. അപ്പോൾ ഈ കേസിൽ എയുടെ സ്ഥാനത്ത് 1 ആണുള്ളത്. അപ്പോൾ e raised to -1t എന്ന് വരും. ദാറ്റ് ഈസ് 5/3 ഇൻറ്റു e raised to -t പ്ലസ് അതുപോലെ 1/3 ഇൻറ്റു ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/s plus 2 എന്ന് പറയുമ്പോൾ e raised to -2t എന്ന് വരും. മൈനസ് e raised to -t 1/s plus 1 എന്നായതുകൊണ്ട് ഇൻവേഴ്സ് എടുക്കുമ്പം e raised to -t എന്നായിരിക്കും. ആ 1/s minus യുടെ ഇൻവേഴ്സായിട്ട് കമ്പയർ ചെയ്യാം. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/s minus is e raised to at. ഈ റിസൾട്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, സോറി ഇവിടെ എല്ലാം നമ്മൾ എക്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. എല്ലാറ്റിലും എക്സ് യൂസ് ചെയ്യും. e raised to x 1/3 ഇൻറ്റു e raised to -2x, ഈ കേസിൽ e raised to -x. ടി ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. ഇപ്പോൾ dy/dt അല്ലെങ്കിൽ d²y/dt² എന്ന ആ വൈയും ടിയും വെച്ചിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്തെല്ലാം ടി എന്ന് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. അപ്പം ഇതാണ് നമുക്ക് തന്നിരുന്ന ആ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തുകൊണ്ട് അത് ചെയ്തു എന്നുള്ളതാണ്. സ്റ്റെപ്പുകൾ ഒന്നുകൂടി പറയാം. തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുന്നു. Then apply the given initial conditions and write the algebraic equation as y bar equal to a function of s എന്ന രൂപത്തിലേക്ക് എഴുതുക. ആൻഡ് ടേക്കിംഗ് ദി ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ ലെഫ്റ്റിൽ ഇൻവേഴ്സ് എടുക്കുമ്പോൾ അത് y എന്നായി മാറും. റൈറ്റിലുള്ള ഫംഗ്ഷൻ നോക്കിയിട്ട് നമ്മൾ നേരത്തെ കുറേ സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ പഠിച്ചിട്ടുണ്ട്. ആ റിസൾട്ടുകളെല്ലാം യൂസ് ചെയ്തുകൊണ്ട് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ, അല്ല ഡയറക്റ്റ് എഴുതാൻ കഴിയുന്നതാണെങ്കിൽ ഡയറക്റ്റ്, എന്തായാലും ആ സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എഴുതുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ സൊല്യൂഷൻ കിട്ടുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് മറ്റൊരു പ്രോബ്ലം നോക്കാം. അതിൽ രണ്ട് ഇക്വേഷൻസ് ഒരുമിച്ച് സോൾവ് ചെയ്യുന്നതാണ്. സൊല്യൂഷൻ ഓഫ് സൈമൾട്ടേനിയസ് സിസ്റ്റം. അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതും തൊട്ട് മുന്നത്തെ എക്സാമ്പിളിൽ ചെയ്ത പോലെ നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്, രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ആ രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെയും ലാപ്ലേസ് ട്രാൻസ്ഫോം എഴുതുന്നു. എന്നിട്ട് അതിൽ നിന്ന് തന്നിരിക്കുന്ന കണ്ടീഷൻസൊക്കെ അപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു രൂപത്തിൽ തന്നെ. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. അതിൻ്റെ സോൾവ് dx/dt. എക്സും ടിയും ആണ് ഇവിടെ വേരിയബിൾസായിട്ട് തന്നിരിക്കുന്നത്.
ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ടി എന്നാണ്. ഓക്കെ, ഡി എക്സ് ബൈ ഡി ടി മൈനസ് വൈ ഈക്വൽ ടു ഇ റേസ് ടു ടി. അതുപോലെ ഡി വൈ ബൈ ഡി ടി പ്ലസ് എക്സ് ഈക്വൽ ടു സൈൻ ടി. Given that x of 0 equal to 1 and y of 0 equal to 0. ഇങ്ങനെ രണ്ട് കണ്ടീഷൻസും തന്നിരിക്കുന്നു, രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, അതോടൊപ്പം രണ്ട് കണ്ടീഷൻസും തന്നിരിക്കുന്നു. ഈ സിസ്റ്റം, ദിസ് ഇസ് എ സൈമിൾട്ടേനിയസ് സിസ്റ്റം, അത് ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നോക്കുന്നത്. ടേക്കിംഗ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം, ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. രണ്ട് ഇക്വേഷൻ്റെയും ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക. അപ്പം നമുക്ക് കിട്ടുന്നത് ഫസ്റ്റത്തേന് കറസ്പോണ്ടിങ് ആയിട്ട് എസ് ഇൻറ്റു എക്സ് ബാർ, എക്സിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം, നേരത്തെ നമ്മൾ വൈയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ വൈ ബാർ എന്ന് എഴുതിയ പോലെ എക്സിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ എക്സ് ബാർ എന്ന് യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. എസ് ഇൻറ്റു എക്സ് ബാർ മൈനസ് എക്സ് ഓഫ് 0 മൈനസ് വൈയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ വൈ ബാർ എന്നും എഴുതി. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം, ദാറ്റ് ഈസ് 1 ബൈ എസ് മൈനസ് 1. അതുപോലെ ഈ സെക്കൻഡ് ഇക്വേഷൻ്റെയും ലാപ്ലേസ് ട്രാൻസ്ഫോം എഴുതുന്നു. ഡി വൈ ബൈ ഡി ടി അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുമ്പം എസ് ഇൻറ്റു വൈ ബാർ മൈനസ് എക്സിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം, ദാറ്റ് ഈസ് എക്സ് ബാർ ഈക്വൽ ടു എസ് ഇൻറ്റു വൈ ബാർ മൈനസ് വൈ ഓഫ് 0. ഇതാണ് ഡി വൈ ബൈ ഡി ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം. പിന്നെ പ്ലസ് എക്സ്, എക്സിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്, അതിനെ എക്സ് ബാർ എന്ന് ഡിനോട്ട് ചെയ്തു. ദാറ്റ് ഇസ് ഈക്വൽ ടു സൈൻ ടി. സൈൻ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം, സൈൻ എ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എ ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നാണല്ലോ. അപ്പം സൈൻ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1 ബൈ എ സ്ക്വയർ പ്ലസ് 1 എന്ന് വരുന്നു. പിന്നെ നമ്മൾ തന്നിരിക്കുന്ന കണ്ടീഷൻസ് അപ്ലൈ ചെയ്യും. അപ്ലൈ ദി ഗിവൺ കണ്ടീഷൻസ്. തന്നിരിക്കുന്ന കണ്ടീഷൻസ് എന്ന് പറയുമ്പം എക്സ് ഓഫ് 0 എന്ന് പറയുമ്പം ഇവിടെ ഒരു ടേം ഉണ്ട്, അത് 1 എന്നാകും. പിന്നെ വൈ ഓഫ് 0 രണ്ടാമത്തെ ഇക്വേഷനിലാണുള്ളത്, അത് 0 എന്ന് വരും. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഇക്വേഷൻ എസ് ഇൻറ്റു എക്സ് ബാർ, ഫസ്റ്റ് ഇക്വേഷൻ എസ് ഇൻറ്റു എക്സ് ബാർ മൈനസ് എക്സ് ഓഫ് 0 ദാറ്റ് ഇസ് 1 ആണ്. അപ്പം എസ് ഇൻറ്റു എക്സ് ബാർ മൈനസ് 1 മൈനസ് വൈ ബാർ ദാറ്റ് ഇസ് ഈക്വൽ ടു 1 ബൈ എസ് മൈനസ് 1. രണ്ടാമത്തെ ഇക്വേഷൻ എസ് ഇൻറ്റു വൈ ബാർ മൈനസ് വൈ ഓഫ് 0 0 ആണ്, പിന്നെ ആ ടേം 0 ആയിട്ട് പോയി, പ്ലസ് എക്സ് ബാർ ദാറ്റ് ഇസ് ഈക്വൽ ടു 1 ബൈ എ സ്ക്വയർ പ്ലസ് 1 എന്ന് വരും. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് എസ് ഇൻറ്റു എക്സ് ബാർ മൈനസ് വൈ ബാർ ഈക്വൽ ടു ഈ മൈനസ് 1 എന്നുള്ളതിനെ റൈറ്റിലേക്ക് എടുത്താൽ 1 ബൈ എസ് മൈനസ് 1 റൈറ്റ് സൈഡിലുണ്ട്, മൈനസ് 1 ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 1 എന്ന് വരുന്നു. അപ്പം ഇവിടെ നമുക്ക് 1 ബൈ എസ് മൈനസ് 1 പ്ലസ് 1 അത് ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ എസ് മൈനസ് 1 വരും, 1 പ്ലസ് എസ് മൈനസ് 1, 1 മൈനസ് 1 0 ആയിട്ട് പോകും, ബാക്കി വരിക എസ് ബൈ എസ് മൈനസ് 1 എന്നായിരിക്കും. അപ്പം റൈറ്റ് സൈഡിലെ ഈ ടേം വരുന്നത് എസ് ബൈ എസ് മൈനസ് 1 എന്നാണ്. ഇങ്ങനെ കിട്ടുന്നു. രണ്ടാമത്തെ ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ എസ് ഇൻറ്റു എക്സ് ബാർ എസ് ഇൻറ്റു വൈ ബാർ പ്ലസ് എക്സ് ബാർ ദാറ്റ് ഇസ് ഈക്വൽ ടു 1 ബൈ എ സ്ക്വയർ പ്ലസ് 1. അപ്പോൾ ഇവിടെ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, എക്സ് ബാറും വൈ ബാറും കണ്ടെയ്ൻ ചെയ്യുന്ന രണ്ട് ഇക്വേഷൻ, 2 ഇക്വേഷൻസ് ഇൻ എക്സ് ബാർ ആൻഡ് വൈ ബാർ. ഇപ്പോൾ രണ്ട് ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ അൺനോൺസ്, ഇവിടെ എക്സ് ബാറും വൈ ബാറും അൺനോൺസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കിത് രണ്ടും സോൾവ് ചെയ്യാം. രണ്ട് ഇക്വേഷൻസ് സാധാരണ
നിങ്ങൾ സോൾവ് ചെയ്യാറുള്ള പോലെ സോൾവ് ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്ന് എക്സ് ബാർ ഈക്വൽ ടു ഈ രൂപത്തിൽ കിട്ടും. എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ജോൾ സ്ക്വയർ. രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പം നമ്മൾ രണ്ടിൻ്റെയും കോഎഫിഷ്യൻസ് ഒരേപോലെ ആക്കിയിട്ട് സബ്ട്രാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ആഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാറുണ്ടല്ലോ. അതേപോലെ ചെയ്യുമ്പം എക്സ് ബാർ ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഈ രൂപത്തിൽ വരും. ഇനി നമുക്ക് എക്സ് കിട്ടാനായിട്ട് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുന്നു. രണ്ട് സൈഡിലും ഇൻവേഴ്സ് എടുക്കുക. ടേക്കിംഗ് ഇൻവേഴ്സ് വി വിൽ ഗെറ്റ് എൽ ഇൻവേഴ്സ് ഓഫ് എക്സ് ബാർ, ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് എസ് സ്ക്വയർ ബൈ എസ് മൈനസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1. അപ്പോൾ ഇൻവേഴ്സ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എക്സ് കിട്ടി. എക്സ് മീൻസ് എക്സ് ഓഫ് ടി. ഈ കേസിൽ എക്സ് ഓഫ് ടി ആണ് എക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ഇൻവേഴ്സ് എഴുതുമ്പോൾ നമുക്ക് കിട്ടുക 1/2 ഇൻറ്റു ഇ റേസ് ടു ടി പ്ലസ് കോസ് ടി പ്ലസ് 2 സൈൻ ടി മൈനസ് ടി കോസ് ടി. ഈ രൂപത്തിൽ കിട്ടുന്നു. ദിസ് ഈസ് എക്സ് ഓഫ് ടി. നൗ വി ഹാവ് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന ഇക്വേഷൻ dy ബൈ ഡി ടി ഈക്വൽ ടു സൈൻ ടി മൈനസ് എക്സ്. നമുക്കുണ്ടായിരുന്ന രണ്ടാമത്തെ ഇക്വേഷൻ അതിൽ dy ബൈ ഡി ടി ഈക്വൽ ടു സൈൻ ടി മൈനസ് എക്സ് എന്നാക്കിയിട്ട് എഴുതാം. ഇതിൽ എക്സിൻ്റെ സ്ഥാനത്ത് ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം dy ബൈ ഡി ടി ആയിരിക്കും കിട്ടുന്നത്. ദെൻ വി വിൽ ഇൻറ്റഗ്രേറ്റ് ടു ഗെറ്റ് വൈ. ഡെറിവേറ്റീവ് പോകാൻ വേണ്ടി നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഈ എക്സ് ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ദാറ്റ്സ് ഈക്വൽ ടു സൈൻ ടി മൈനസ് എക്സ് ഈസ് 1/2 ഇൻറ്റു ഇ റേസ് ടു ടി പ്ലസ് കോസ് ടി പ്ലസ് 2 സൈൻ ടി മൈനസ് ടി കോസ് ടി. അപ്പോൾ നമുക്ക് എക്സ് ഓഫ് ടി കിട്ടി. അത് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന രണ്ടാമത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ രൂപത്തിൽ ചെയ്യാം. ഇപ്പോൾ ഇവിടെ dy ബൈ ഡി ടി ഈക്വൽ ടു എന്ന് പറഞ്ഞ് ടിയിലുള്ള ഒരു എക്സ്പ്രഷനാണ്. അതിൽ നിന്ന് y കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യാം. അല്ല എങ്കിൽ എക്സ് ഓഫ് ടി നമുക്ക് കിട്ടിയല്ലോ. ഈ എക്സ് ഓഫ് ടി തൊട്ട് മുന്നേ നമ്മൾ രണ്ട് ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇൻവേഴ്സ് എടുത്തിട്ട് അങ്ങനെയും കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ എഴുതാൻ കാരണം ശ്രദ്ധിക്കുക, നമ്മൾ എക്സ് ബാർ ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കി. ദെൻ ടേക്കിംഗ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. അതിന് പകരം തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന എക്സ്പ്രഷൻസിൽ നിന്ന് വൈ ബാർ ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കുക. ആ വൈ ബാറിൻ്റെ ഇൻവേഴ്സ് എടുത്താലും കിട്ടുന്നതാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലാണ്. ഫസ്റ്റ് തന്നിരിക്കുന്ന രണ്ടാമത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്തുകൊണ്ട് അപ്പം ഇൻറ്റഗ്രേറ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് അതാണ്. നൗ ഇൻറ്റഗ്രേറ്റിംഗ്. ഇത് സിംപ്ലിഫൈ ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു ടി വി വിൽ ഗെറ്റ് y of t as സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക dy ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് 1/2 ഇൻറ്റു ഇ റേസ് ടു ടി പ്ലസ് കോസ് ടി മൈനസ് ടി കോസ് ടി എന്നായിരിക്കും. ഇതിനെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് y of t ഈക്വൽ ടു ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് മൈനസ് 1/2 ഇൻറ്റു ഇ റേസ് ടു ടി പ്ലസ് സൈൻ ടി മൈനസ് കോസ് ടി മൈനസ് ടി സൈൻ ടി പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ. ഓരോ ടേം വൈസ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇ റേസ് ടു ടിയുടെ ഇൻറ്റഗ്രൽ ഇ റേസ് ടു ടി തന്നെ വരും. കോസ് ടിയുടെ ഇൻറ്റഗ്രൽ സൈൻ ടി, പിന്നെ മൈനസ് ടി കോസ് ടി എന്നാണ്. അവിടെ നമ്മൾ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. മൈനസ് കോസ് ടി മൈനസ് ടി സൈൻ ടി പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ. ഇനി ആ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് y of 0 ഈക്വൽ ടു 0 എന്നൊരു കണ്ടീഷൻ ഉണ്ട്.
ആ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. അത് അപ്ലൈ ചെയ്യുമ്പം c = 0 എന്ന് വരും. അതായത് വൈക്ക് 0 എന്ന് കൊടുക്കുക വെൻ t = 0. അതാണ് ഇതിൻ്റെ മീനിങ്. ലെഫ്റ്റ് സൈഡിൽ 0 ആയിരിക്കും, റൈറ്റ് സൈഡിൽ ടീകളൊക്കെ 0 എന്ന് കൊടുക്കുമ്പോൾ അതാണ് കണ്ടീഷൻ. അത് അപ്ലൈ ചെയ്താൽ c = 0 എന്ന് വരും. ദാറ്റ് ഇംപ്ലൈസ് y of t = -1/2 into e raised to t plus sin t minus cos t minus t sin t. അപ്പോൾ ഇങ്ങനെ y of t കിട്ടുന്നു. നേരത്തെ നമുക്ക് x of t കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് രണ്ടുമാണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു സൈമിൾട്ടേനിയസ് സിസ്റ്റം തന്നു കഴിയുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ചെയ്യാം, അതുപോലെ ഒരു സൈമിൾട്ടേനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിലും എങ്ങനെ ചെയ്യാമെന്നുള്ളത്, അതിൻ്റെ 2 എക്സാമ്പിൾസാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, താങ്ക് യു.